ഇപ്പോൾ നിങ്ങളെ ഈ കാണിക്കുന്നതാണ് ഇവിടുത്തെ ഒറിജിനൽ ജീവിതം. ഇതാണ് ഗൈസ് ഒറിജിനൽ. നേരത്തെ കാണിച്ചെല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്. കാരണം ഇവിടെ പഠിത്തം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ദിവസമാണിത്. ഇന്ന് ഫുള്ള് പഠിത്തമായിരുന്നു, ഇന്ന് ഫുള്ള് ക്ലാസ് ആയിരുന്നു, ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നപ്പോൾ 2-3 ഷോ ഒന്നും കാണിക്കാൻ ഞാൻ മറന്നിട്ടില്ല. പിന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓടി വാഷ്റൂമിൽ പോയിട്ട് ഞാൻ ടച്ചപ്പ് ചെയ്യാറുണ്ട്. അതൊന്നും ഞാൻ മറക്കാറില്ല കേട്ടോ. അപ്പം ഞാൻ ലിപ് ഗ്ലോസ് ഒക്കെ വാരി ടച്ചപ്പ് ചെയ്തിട്ട് ഒരു ഒറ്റ ഓട്ടമാണ് ഇവിടുന്ന്. കാരണം അറ്റൻഡൻസ് മുഖ്യം. നമുക്ക് ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ അറ്റൻഡൻസ് ഇടും. അത് കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ അറ്റൻഡൻസ് ഗോപി. ഈ അറ്റൻഡൻസിന് വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ഇത്രയും നേരം മറ്റേ തണുപ്പത്തിരുന്നുകൊണ്ട് കുറച്ച് വെയിൽ കൊള്ളാമെന്നും പറഞ്ഞ് പുറത്തിറങ്ങി ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഒടുക്കലത്തെ ചൂട്, നല്ല ചൂടുണ്ടായിരുന്നു. ഇന്നും കരിഞ്ഞുണങ്ങിപ്പോയി. അപ്പം ഞാൻ ചോറും പിന്നെ അച്ചാറും പിന്നെ സോയയുടെ ഒരു ഫ്രൈ പോലെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അതും കഴിച്ച് പിന്നെ ഓടണം, അടുത്ത ക്ലാസ് കയറണമല്ലോ, അറ്റൻഡൻസ് മുഖ്യം. ഇന്നാണെങ്കിൽ ഒരു വല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. ഫുള്ള് പഠിത്തമായിരുന്നു. എല്ലാ ടീച്ചേഴ്സും മറ്റേ സീരിയസ് ആയിട്ടിരുന്ന് പഠിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് വലിയ രസമൊന്നും ഇല്ലായിരുന്നു, വലിയ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ദിവസങ്ങൾ ഇഷ്ടപ്പെടാറേ ഇല്ല. എനിക്ക് മൂഡ് സ്വിങ് വരും. ഇങ്ങനെയൊക്കെ പീരീഡ് വരുമ്പോഴാണ് എനിക്ക് മൂഡ് സ്വിങ് വരുന്നതും. അങ്ങനെ ഞാൻ വെപ്രാളം പിടിച്ച് തിന്നുവാണ്. എൻ്റെ കൂടെ ക്യൂട്ടുകാരി ഉണ്ട്, അവൾ അമ്മേനെ വിളിച്ചിട്ട് കഴിക്കുവാണ്. അത് കഴിഞ്ഞ് ഓടിപ്പോയി ക്ലാസ്സിൽ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഒരു പീരീഡ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയെങ്കിലും ഇവർക്ക് ക്ലാസ് എടുത്ത് തീർത്തിട്ട് വിട്ടുകൂടെ നേരത്തെ. അത്രയ്ക്കങ്ങ് മടുപ്പായ ഒരു ദിവസമാണ് കേട്ടോ. അപ്പം ആ ഒരു ബ്രേക്കിന് ഇരുന്നപ്പോൾ എൻ്റെ ക്യൂട്ടുകാരി, എനിക്ക് മൂഡ് സ്വിങ് ആയതുകൊണ്ട് ക്യൂട്ടുകാരി എനിക്ക് ബിസ്ക്കറ്റ് മേടിച്ചു തന്നു. അങ്ങനെ ഞാൻ ബിസ്ക്കറ്റും കഴിച്ചിട്ട്, ഇതെല്ലാം എൻ്റെ ക്യൂട്ടുകാരികളാണ്. ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വീട്ടിൽ പോയി. വീട്ടിൽ പോകാൻ മെയിൻ ഉദ്ദേശം എനിക്ക് മാഗി കഴിക്കാനൊരു ക്രേവിങ് വന്ന് ഞാൻ മാഗി ഉണ്ടാക്കി കഴിച്ച്. ഇതിനകത്ത് തന്നെ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാത്രം കഴുകാൻ വയ്യ, വേറെ പാത്രം എടുക്കണം, അത് കഴുകണം, വള്ളിയാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ പോയി ഇനി ഒരു കൊട്ടയ്ക്ക് അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്, ഞാൻ പോയി ചെയ്യട്ടെ. ഇല്ലെങ്കിൽ പാസ്സാക്കില്ല ഗൈസ്, അസൈൻമെൻറ്റാണ് മെയിൻ. അപ്പോൾ ഞാൻ പോയി അസൈൻമെൻറ്റ് ചെയ്യട്ടെ. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട സ്ഥിതിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ശരി, ബായ്.